ഈ ചൂട് സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റാർഡ് പൗഡർ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ പാലൊന്ന് തിളപ്പിക്കാനായിട്ടൊന്ന് വെക്കാം. ഞാനിപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല. ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ കോൺഫ്ലോറും 2 സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം കട്ടകളൊന്നും വരാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പാലൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കുങ്കുമപ്പൂ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താലും മതിയാവും. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചൊന്ന് കട്ടിയായിട്ട് വരും. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് എല്ലാം തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 10 ഈന്തപ്പഴം കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള പാല് കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് സലാഡ് റെഡി ആയി കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.